അപ്പോ 9ാമത്തെ ചോദ്യം എടുക്കുക. ആ ചോദ്യത്തിന്റെ ഇടതുവശത്ത് മാർജിനിലോട്ട് എഴുതുക. ഇന്ന് നമ്മുടെ എത്രാമത്തെ ക്ലാസ് ആണ്? ഇന്ന് നമ്മുടെ എത്രാമത്തെ ക്ലാസ് ആണ്? 105ാമത്തെ ക്ലാസ്. ഡേറ്റ് 15/1/2026 തേഴ്സ്ഡേ പ്രസന്റ്. ഓക്കെ. അപ്പൊ ഇനി എല്ലാവരും ബുക്ക് അടച്ചു നോക്കുക, ശ്രദ്ധിച്ചിരിക്കാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു? 9. അപ്പൊ 9ാമത്തെ ചോദ്യം അഭിരാമി AR ഒന്ന് വായിക്കൂ. നിർത്ത് ഓരോന്നോട്ട് പറഞ്ഞു പോവാ. അപ്പോ ഈ 9ാമത്തെ ചോദ്യം ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്? പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പുസ്തകത്തിലെ പേര് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. അപ്പൊ അഭിരാമി എന്താണുള്ളത്? ആദ്യം ഒരു ബോക്സ് ഉണ്ട്, ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിക്കകത്ത് വൈറ്റ് ബീഡ്സ് എത്ര ഉണ്ട്? എത്ര? 12. ബ്ലാക്ക് 8 എണ്ണം. അല്ല, ഒരു കാര്യം ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ആകെ എത്ര എണ്ണം ഉണ്ട്? 12, 8, 20. അപ്പൊ ബോക്സിലെ കാര്യം എല്ലാവർക്കും പിടി കിട്ടിയല്ലോ. ഓക്കെ, അടയ്ക്കും. ഇനി എന്ത് വരുന്നത്? എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് ബാക്കിയുണ്ട്. ഇഫ് എ ബീഡ് ഈസ് അപ്പൊ ഇതിനകത്തിൽ നിന്ന് നമ്മളൊരു ബീഡ് എടുക്കുന്നു, മുത്തെടുക്കുന്നു. എങ്ങനെ? വിത്തൗട്ട് ലുക്കിംഗ്. അതിൽ നോക്കാതെ വേണം ആ ബീഡ്, ആ മുത്ത് എടുക്കാനായിട്ട്. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എ വൈറ്റ് ബീഡ്? അതൊരു വൈറ്റ് ബീഡ് വെളുത്ത മുത്താകാനുള്ള സാധ്യത എന്ത്? അപ്പൊ ഉത്തരം എഴുതിയെന്ന് പറഞ്ഞേ. അതൊരു വൈറ്റ് ബീഡ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതൊരു വൈറ്റ് ബീഡ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 12/12/20. എന്താണ് ഈ എഴുതിയതിന്റെ ഒരു ലോജിക്ക്? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 20 എന്തിനെ സൂചിപ്പിക്കുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്, ആകെ മുത്തുകളുടെ എണ്ണത്തിനെ സൂചിപ്പിക്കുന്നു. ന്യൂമറേറ്ററിൽ കിടക്കുന്ന, അംശത്തിൽ കിടക്കുന്ന 12 എന്തിനെ സൂചിപ്പിക്കുന്നു? വൈറ്റ് ബീഡ്സിന്റെ എണ്ണത്തിനെ സൂചിപ്പിക്കുന്നു. എ പാർട്ടിൽ ആർക്കൊരു സംശയമുണ്ടോ? ഇല്ല, ഇരിക്കും. അഭിരാമി M, എന്താണ് അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ? വളരെ ശ്രദ്ധിച്ചു വായിക്കണം, ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഈ സംവിധാനത്തിൽ ഇരിക്കുന്ന ബോക്സിനകത്തിലേക്ക് എത്ര വൈറ്റ് ബീഡും കൂടി കൂട്ടിച്ചേർക്കണം? എത്ര വൈറ്റ് ബീഡും കൂടി കൂട്ടിച്ചേർക്കണം? അപ്പൊ നിലവിൽ എത്ര വൈറ്റ് ഉണ്ട്? 12 എണ്ണം ഉണ്ട്. ആ 12 എണ്ണം ഉള്ളത് കൂടാതെ കുറച്ച് വൈറ്റ് ബീഡ്, കുറച്ച് വെളുത്ത മുത്തും കൂടി അതിലോട്ട് വാരിയിടണം. പക്ഷെ എന്നിട്ട് നിങ്ങൾ അടുത്ത ഭാഗം വായിച്ചേ. എന്നിട്ട് പറഞ്ഞേക്കുന്നത് വൈറ്റിന്റെ കാര്യമല്ല, പിന്നെ ആരുടെ കാര്യമാ? ബ്ലാക്കിന്റെ കാര്യമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി, കറുത്തത് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയായി മാറണം? 1/3 ആയിട്ട് മാറണം. എത്രയായിട്ട് മാറണം? 1/3 ആയിട്ട് മാറണം. ഇങ്ങനെ മാറണമെങ്കിൽ എത്ര വൈറ്റ് ബീഡ്, എത്ര വെളുത്ത മുത്ത് കൂടുതലായിട്ട് അതിലേക്ക് കൂട്ടിച്ചേർക്കണം. ശ്രദ്ധിച്ചോ, വൈറ്റ് കൂട്ടിച്ചേർത്തിട്ട് ആരുടെ പ്രോബിലിറ്റിയെ കുറിച്ചാ പറഞ്ഞേക്കുന്നത്? ബ്ലാക്കിന്റെ. അല്ലാതെ നമുക്ക് കുറച്ച് പരിപാടി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്തുകൊണ്ട് വന്നവർ എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞാട്ടെ. 4 ബീഡും കൂടെ വൈറ്റ് ചേർത്തു. അല്ലെങ്കിൽ 4 എങ്ങനെ കിട്ടി? ടോട്ടല് ഓക്കെ. അതായത് ഈ ആദ്യത്തേതിനകത്തിൽ നിന്ന് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്
8/20 ആണ്. ആണോ? ആ, അത് വെട്ടി എഴുതുമ്പോ 4 2 8 4 5 20 2/5 ആ. നീ ഈ 2/5 ആരായി മാറണം? ഈ 2/5 എന്ന് പറയുന്ന പ്രോബബിലിറ്റി എത്ര ആയി മാറണം? 1/3 ആയിട്ട് മാറണം. അപ്പൊ അഭിരാമി എങ്ങനെ ആലോചിച്ചത്? 2/5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/3 കിട്ടുമെന്ന് ആലോചിച്ചു. അപ്പൊ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? 1/3 ഡിവൈഡഡ് ബൈ 2/5. അപ്പൊ 1/3 ഇൻറ്റു 5/2. 1 ഇൻറ്റു 5 5/3 ഇൻറ്റു 2 6. എന്ന് വെച്ചാ 5/6 എന്നല്ലേ കിട്ടിയുള്ളൂ. അപ്പൊ എന്തിന്റെ അർത്ഥം? അല്ല, ഇതിന്റെ അർത്ഥം എന്തോ? 5/6 എന്ന് കിട്ടിയതിന്റെ അർത്ഥം എന്തോ? എത്രയും കൂടെ ചേർത്താൽ ശ്രദ്ധിക്കാം. അതായത് നമ്മള് ഇതിനകത്തിലേക്ക് എത്ര വൈറ്റ് ബീഡാണ് കൂട്ടിച്ചേർക്കുന്നതെന്നാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മള് ആഡ് ചെയ്യുന്ന വൈറ്റ് ബീഡിന്റെ എണ്ണം തൽക്കാലത്തേക്ക് എന്തെന്ന് വിചാരിക്കുന്നു? എക്സ്. എന്തെന്ന് വിചാരിക്കുന്നു? എക്സ്. അപ്പൊ ഇങ്ങനെ എക്സ് വൈറ്റ് ബീഡ് ഇതിലോട്ട് കൂട്ടിച്ചേർക്കുമ്പോ നമ്മുടെ ബോക്സിനകത്ത് എന്തൊക്കെ ചേഞ്ചുകൾ വരും? ആദ്യം വൈറ്റിന്റെ എണ്ണം മാറുമോ? മാറും. എങ്ങനെ മാറും? നേരത്തെ ഉണ്ടായിരുന്നത് 12 പ്ലസ് എക്സ് ആയിട്ട് മാറും. ഇനി ബ്ലാക്ക് മാറുമോ? ഇല്ല. ബ്ലാക്ക് എത്ര തന്നെ? 8 തന്നെ. പിന്നെ ആര് മാറും? ടോട്ടൽ മാറും. ടോട്ടൽ എത്ര? 20 പ്ലസ് ഈ മാറ്റം എല്ലാവർക്കും പിടി കിട്ടിയോ? ഇനി ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്ന ആരുടെ പ്രോബബിലിറ്റിയാ? ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 1/3. ഈ പ്രോബബിലിറ്റി നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഈ പി ബ്ലാക്ക് എന്നതിന് എന്തോ അർത്ഥം അറിയാമോ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബീഡ് എന്നത് ചുരുക്കി എഴുതുന്നതാണ് പി ഓഫ് ബ്ലാക്ക് എന്ന് എഴുതി വെക്കുന്നത്. അത് ഈ ബോക്സ് വെച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ ബോക്സ് വെച്ച് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി 8/20 പ്ലസ് ഇത് നമ്മൾ കണ്ടുപിടിച്ച ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ ഒരു 1/3 അടപ്പില്ലയോ? അതാരാ? ഇതേ ബോക്സിൽ നിന്ന് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആയിട്ട് അവര് പറഞ്ഞേക്കുന്നതാണ്. അപ്പൊ ഇത് രണ്ടും 2 ആണോ അതോ 2 1 ആണോ? ഇത് രണ്ടും 2 ആണോ അതോ 2 1 ആണോ? 1 ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാം? വിച്ച് ഇംപ്ലൈസ് 8/20 പ്ലസ് എക്സ് ഈക്വൽ ടു 1/3. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 8 into 3 24 ഈക്വൽ 1 into 20 പ്ലസ് എക്സ് 20 പ്ലസ് എക്സ്. ഇതോടെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. 24 മൈനസ് 20 ഈക്വൽ എക്സ്. അപ്പൊ 4 ഈക്വൽ എക്സ്. തിരിച്ചെഴുതിയാൽ എക്സ് ഈക്വൽ എന്തുവായിരുന്നു? എക്സ്. ആഡ് ചെയ്യേണ്ടുന്ന വൈറ്റ് ബീഡിന്റെ എണ്ണം 4. ശരിയാണോ? നമുക്ക് നോക്കാം. 4 വൈറ്റ് ബീഡും കൂടി ഇതിനകത്തിലേക്ക് കൂട്ടിച്ചേർത്താൽ വൈറ്റ് എത്ര ആയിട്ട് മാറും? 12 പ്ലസ് 4 ഈക്വൽ 16 ആയിട്ട് മാറും. ബ്ലാക്കിന് വല്ല മാറ്റം ഉണ്ടാവുമോ? ഇല്ല. അഭിരാമി, ടോട്ടൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? 20 പ്ലസ് 4 ഈക്വൽ എത്ര ആയിട്ട് മാറും? ഇതിനകത്തിൽ നിന്ന് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി പറഞ്ഞാട്ടെ. എത്ര പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് പറഞ്ഞാട്ടെ? 8/24. 8ന്റെ ഗുണനപ്പട്ടികയ്ക്കകത്ത് 26 ഉണ്ടോ? ഉണ്ട്. എത്ര പ്രാവശ്യം? 8 1 8 8 3 24. സോ ദി ആൻസർ ഈസ് അപ്പൊ എത്ര ബ്ലാക്ക് ബീഡാണ് അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കേണ്ടത്? 4 വൈറ്റ് ബീഡാണ് പുതുതായിട്ട് കൂട്ടിച്ചേർക്കേണ്ടത്. ഇതിന്റെ ആദ്യത്തെ പാർട്ട് എല്ലാവരും ചെയ്തായിരുന്നു? ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ട് ആണോ ചെയ്യാനുള്ള? ആണോ? അപ്പൊ എഴുതിക്കോളൂ. സെക്കൻഡ് പാർട്ട് പറയട്ടെ.
സെക്കൻഡ് പാർട്ട് എഴുതാത്തവരുണ്ടെങ്കിൽ റെഡ് എങ്കിലും എഴുതുക. സെക്കൻഡ് പാർട്ട് ദ വൈറ്റ് ബീഡ്സ് the white beads to be added equal. ഞാൻ ഇവിടെ എല്ലാം വളരെ ഷോർട്ട് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ സ്റ്റെപ്പാണ് പറഞ്ഞു തരുന്നത്. ദ വൈറ്റ് ബീഡ്സ് ടു ബി ആഡഡ് ഈക്വൽ ഈക്വൽ എക്സ് ഇനി അതിന്റെ താഴോട്ട് വേണ്ട ഈ ബോക്സ് വരച്ചാട്ടെ. ഏത് ബോക്സാ? അങ്ങനെ എക്സ് വൈറ്റ് ബീഡ് കൂട്ടിച്ചേർത്തപ്പോ വൈറ്റ് എത്രയായിട്ട് മാറി? 12 പ്ലസ് എക്സ്. 16 മാറിയിട്ടില്ല. 12 പ്ലസ് എക്സ്. ബ്ലാക്കോ 8. ടോട്ടലോ 20 പ്ലസ് എക്സ്. ഇനി അടുത്ത വരിയിൽ probability of getting a black bead equal ഞാനിത് എത്രയാണ്? 1/3 ബ്രാക്കറ്റിൽ given. ഇനി അടുത്ത വരിയിൽ probability of getting a black bead equal എത്രയാണ്? 8/20 പ്ലസ് എക്സ്. അപ്പൊ ഇത് അവര് തന്ന പ്രോബോളിറ്റി, ഇത് നമ്മൾ കണ്ടുപിടിച്ച പ്രോബോളിറ്റി. ഇത് രണ്ടും ഒറ്റ ബോക്സ് വെച്ച് പറഞ്ഞ പ്രോബോളിറ്റി അല്ലേ? അടുത്ത വരിയിൽ വിച്ച് ഇംപ്ലൈസ് 8/20 plus x is equal to 1/3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 into 3 24 equal 1 into 20 plus x 20 plus x ആണോ? അപ്പൊ 24 ഈക്വൽ അല്ല, അപ്പൊ ഈ 20 നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നു. 24 minus 20 ഈക്വൽ എക്സ്. അപ്പൊ 4 ഈക്വൽ എക്സ്. അപ്പൊ എക്സ് ഈക്വൽ ഓക്കെ. ഇനി അടുത്ത വരിയിൽ എഴുതണം നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ടു ബി ആഡഡ് ഈക്വൽ എക്സ് ഈക്വൽ 4. അത്ര നമ്മുടെ ചോദ്യമുള്ളൂ. വേണ്ടേ? ഈ സംഗതി ഇനി നിങ്ങൾ വർക്കിംഗ് കോളത്തിലോട്ട് ഇരുന്ന് എഴുതിയിടണം. വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടേക്കാം. വൈറ്റ് 12 പ്ലസ് 4 ഈക്വൽ 16. 12 പ്ലസ് 4 ഈക്വൽ 16. ബി ബ്ലാക്ക് എത്ര എണ്ണം? 8. ടോട്ടൽ 20 പ്ലസ് 4 ഈക്വൽ 24. ഇനി പി ഓഫ് ബ്ലാക്ക് ഈക്വൽ 8/24 ഈക്വൽ ഇങ്ങനെ 1/3 കിട്ടാനല്ലേ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. പത്താമത്തെ ചോദ്യം കുമാരി സഫ്നാസ് ഒന്ന് വായിച്ചാട്ടെ. എന്താണ് കുട്ടികൾ ഏത് പാഠവുമായി ബന്ധപ്പെട്ടത്? ഞാൻ ബുക്കൊക്കെ അടച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബുക്ക് അടച്ചു വെക്കുക, ഇങ്ങോട്ട് നോക്കിയിരിക്കാം. പറഞ്ഞാട്ടെ. ദി 8th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസീസ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ചോദ്യം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഏത് പാഠമാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ആ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ എത്രാമത്തെ ടേമാണ്? 8ാമത്തെ ടേം. അപ്പൊ നമ്മൾ എഴുതുന്നു 8th ടേം ഈക്വൽ, വേണമെങ്കിൽ ഒരു സിമ്പൽ ഒക്കെ കൊടുക്കാം, x8 ഈക്വൽ 23. അടുത്തത് 11th ടേം, 11ാമത്തെ ടേം ഈക്വൽ x11 ഈക്വൽ 24.
അപ്പൊ ഇത് രണ്ടും തന്നിട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം ഗിവൺ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി എന്താണ് അവരുടെ ആദ്യത്തെ ചോദ്യം? അങ്ങനാണെങ്കിൽ ആരെ കണ്ടുപിടിക്കണം? അഞ്ചാമത്തെ ടേമിനെ കണ്ടുപിടിക്കണം. ആരെ കണ്ടുപിടിക്കണം? ഇരിക്കും, നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം. എങ്ങനെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് അഞ്ചാമത്തെ ടേം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ പിന്നീട് ചെയ്തപ്പോൾ അഞ്ചാമത്തെ ടേം കണ്ടുപിടിച്ചത്? ആദ്യം കണ്ടുപിടിച്ചു കോമൺ ഡിഫറൻസ്. കണ്ടുപിടിച്ചോ? ഹലോ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അല്ല, ഇവര് അടുത്തടുത്ത രണ്ടുപേരല്ലല്ലോ. അപ്പൊ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡി കൊണ്ട് സൂചിപ്പിക്കുന്നു. ഡി ഈക്വൽ 27 മൈനസ് 23 ഡിവൈഡഡ് ബൈ 11 മൈനസ് 8. 27 നിന്ന് 23 കുറച്ചാൽ 4, 11 നിന്ന് 8 കുറച്ചാൽ 3. പണി വരുന്നുണ്ട് അവറാച്ച. കണ്ടോ? എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണുമ്പോഴേ നമുക്ക് എന്തോ വലിയ ബുദ്ധിമുട്ട് പോലാണ്. അപ്പൊ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ അഭിനവേ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4/3. ഇനി എന്തുവരുന്നു ചോദ്യം? ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കുക. ആരെ കണ്ടുപിടിക്കുക? ഫിഫ്ത്ത് ടേം. അപ്പൊ എ പാർട്ട് ഫിഫ്ത്ത് ടേം ഈക്വൽ, ഫിഫ്ത്ത് ടേമിനെ സൂചിപ്പിക്കുന്ന അക്ഷരം x5 ആണ് കണ്ടുപിടിക്കുന്നത്. ഈ നിലവിലുള്ള ആളുകളിൽ x5നോട് വളരെ അടുത്തത് ആരാണ്? x8. അപ്പൊ അവിടുന്ന് x5 എങ്ങനെ കണ്ടുപിടിക്കും? x5 x8ൽ നിന്ന് x5 ഓർക്കണം. എടേ, x5 ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ളത് x8 ആണ്. അപ്പൊ x8ൽ നിന്ന് പുറകോട്ടിറങ്ങി വന്നാലല്ലേ x5ൽ വരുത്തുള്ളൂ. പുറകോട്ടിറങ്ങാൻ മീൻസ് കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. എത്ര പ്രാവശ്യം? ഈ 8ഉം 5ഉം തമ്മിൽ കുറച്ചാൽ മതി. എത്ര? 3 പ്രാവശ്യം. എത്ര പ്രാവശ്യമാണ്? അപ്പൊ x8 മൈനസ് 3d. അപ്പൊ x8 എത്ര? 23 മൈനസ് 3 ഇൻറ്റു ഡിയുടെ വില 4/3. പേടിച്ച പോലെ കുഴപ്പമൊന്നുമില്ല. 3യും 3യും കട്ടായി പോയി. അപ്പൊ 23 മൈനസ് 4. 23 4 കുറച്ചാൽ ഉണ്ടെന്നില്ലേ? 23 4 കുറക്കറിയത്തില്ലോ? 19. അപ്പൊ അഞ്ചാമത്തെ ടേം എത്രയാണ്? 19. ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. തിരിച്ചുള്ള സമയം തരാം. ഓക്കെ. അപ്പം മാഡം അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കൂ. താല്പര്യമില്ല വായിക്കാനായിട്ട്? അല്ല, വാട്ട് ഈസ് ദി 17th ടേം? ആരെ കണ്ടുപിടിക്കണം? ഇരിക്കൂ. 17th ടേം ഈക്വൽ x17. നിലവിൽ തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് 17ാമത്തെ ടേമിനോട് അടുത്ത് നിൽക്കുന്ന ആളാരാണ്? 11ാമത്തെ ടേമാണ്. അപ്പൊ 11ാമത്തെ ടേമിൽ നിന്ന് 17ാമത്തെ ടേമിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് 6 തവണ കൂട്ടണം. എത്ര പ്രാവശ്യം കൂട്ടണം? ഈ 6 കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ഈ 11ഉം അതുകൊണ്ട് 17ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. അപ്പൊ എത്ര കിട്ടും? അപ്പൊ പറഞ്ഞോട്ടെ, x11 പ്ലസ് 11 പ്ലസ് 6d. x11 എത്ര? 27 പ്ലസ് 6 ഇൻറ്റു ഡിയുടെ വില 4/3. അവിടെയും കുഴപ്പമില്ല. 6ഉം 3ഉം കൂടെ വെട്ടിയാൽ 2 കിട്ടും. അപ്പൊ 27 പ്ലസ് 2 ഇൻറ്റു 4 2 ഇൻറ്റു 4 8. 27 പ്ലസ് 8 35. അങ്ങനെ അതിന്റെ ആൻസറും നമുക്ക് കിട്ടി. ഓക്കെ കുട്ടി സരിയു, എന്താണ് അടുത്ത ചോദ്യം? ആദ്യത്തെ 24 ടേമിന്റെ എന്ത് കണ്ടുപിടിക്കണം? സം കണ്ടുപിടിക്കണം. ആദ്യത്തെ 24 ടേമിന്റെ എന്ത് കണ്ടുപിടിക്കണം? സം. അപ്പൊ സി പാർട്ട് എന്ന് പറയുന്നത് സം ഈക്വൽ S24 ഈക്വൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇരിക്കും. ഈ 24 പേരുടെ സമ്മ എങ്ങനെ കണ്ടുപിടിക്കും? എന്താണ്?
നിലവിൽ ഇപ്പൊ ആരെയൊക്കെ ഉണ്ട്? എന്താണെന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു അങ്ങനെ വേണേ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടൈം കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം കോമൺ ഡിഫറൻസ് ഓൾറെഡി ഉണ്ട്, അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി അല്ലാതെ ഈ 24 എന്ന് പറയുന്ന 24 പേരുടെ സമ്മല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇതിലെ ഈ 24 എന്ത് നമ്പരാണ്? ഒരു ഈവൻ നമ്പരാ. ഈ സമ്മിന്റെ പ്രോബ്ലം പഠിക്കുമ്പോ നമ്മൾ എന്തോ ഒരു ഓഡ് നമ്പർ വരുന്നതിന്റെയും ഒരു ഈവൻ നമ്പർ വരുന്നതിന്റെ ഒക്കെ ഒരു ഐഡിയ പഠിച്ചിട്ടില്ലായിരുന്നു. അതിന്റെ വരുന്ന ഈവൻ നമ്പർ വരുമ്പോ ചെയ്യുന്ന പരിപാടിയും പെയറാക്കും. എന്ത് ചെയ്യുന്നു? ആരെയൊക്കെ പെയർ ചെയ്യും? മൊത്തം 24 പേരുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആരെയൊക്കെ പെയർ ചെയ്യും? അല്ല, 12 പേരുണ്ടാവും. അല്ല, ആരെയൊക്കെയാ പെയർ ചെയ്യേണ്ടത്? ഒരേ ഡിസ്റ്റൻസ് ഉള്ളവരെ പെയർ ചെയ്യും. അപ്പൊ എന്റെ ചോദ്യം അതാണ്. അപ്പൊ ആരെയൊക്കെ പെയർ ചെയ്യും? ഒന്നും 24 പെയർ ചെയ്യും. അതിവിടെ ഒരിടത്തുണ്ട് ഇല്ല. പിന്നെ 2 23 പെയർ ചെയ്യും. അങ്ങനെ പേരുണ്ടോ ഇതിനകത്ത്? ഇല്ല. പിന്നെ 3 അപ്പൊ നിങ്ങൾ പെയർ ചെയ്തവരൊക്കെ എന്ന് പറഞ്ഞേ 1 24. ഈ 1 24 പറഞ്ഞ നമ്പർ അല്ല, ടേമിന്റെ പൊസിഷനാണ്. 2 23. അപ്പൊ ഈ എടുത്തിരിക്കുന്ന പെയറിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇല്ല. കൂട്ടിയാൽ പൊസിഷൻ കൂട്ടിയാൽ എത്ര കിട്ടും? അങ്ങനെ പൊസിഷൻ കൂട്ടിയാൽ 25 കിട്ടുന്ന ആരെങ്കിലും ഈ നിലവിലുള്ള ഡേറ്റയ്ക്കകത്ത് കിടപ്പുണ്ടോ? കിട്ടും. വേണ്ടേ? ഇവിടെ ഒരു 8ാമത്തെ ടേമും കിടപ്പുണ്ട്. പിന്നീട് നിങ്ങൾ ഒരു 17ാമത്തെ ടേമും കണ്ടുപിടിക്കുന്നുണ്ട്. ഈ 8ഉം 17 കൂട്ടിയാൽ 25 കിട്ടത്തില്ലേ? അപ്പൊ ഈ സമ്മ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്താണ്? സം ഈക്വൽ അതുകൊള്ള പെയറിന്റെ എണ്ണം. എത്ര പെയർ? 12 പെയർ. 12 പെയർ എങ്ങനെ കിട്ടി? മൊത്തം 24 പേരുടെ സമ്മാണ്. 2 പേരെ വീതം പെയർ ആക്കിയാൽ, ജോഡിയാക്കിയാൽ 24 ഡിവൈഡ് ബൈ 2 ഈക്വൽ 12. അപ്പൊ 12 ഇൻറ്റു സം ഓഫ് 1 പെയർ ഈക്വൽ 12 ഇൻറ്റു ആരെയൊക്കെയാണ് പെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞത്? ആരെയൊക്കെയാ പെയർ ചെയ്യാൻ ടിക്കറ്റുണ്ട്? 8ാമത്തെ ടേമും 17ാമത്തെ ടേമും. അപ്പൊ x8 പ്ലസ് ഈക്വൽ 12 ഇൻറ്റു 8ാമത്തെ ടൈം എത്രയാണ്? 23 പ്ലസ് 17ാമത്തെ ടൈം എത്രയാണ്? 35 ഈക്വൽ 12 ഇൻറ്റു 23 35 കൂട്ടിയാൽ എത്ര? 5 3 8 3 2 5 എത്ര? ഇത് രണ്ടുകൂടെ ഗുണിച്ച് വേഗം ഉത്തരം പറഞ്ഞേ. 12 ഇൻറ്റു 58 12 ഇൻറ്റു 58 690. ഇനി അഥവാ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ഐഡിയ കിട്ടിയില്ലെങ്കിലും സമ്മ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ബോർഡ് സ്ഥലമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇത്ര എഴുതി വെക്കുക. എന്നിട്ട് നിന്റെ സി പാർട്ട് ഞാൻ മറ്റൊരു മെത്തേഡിലൂടെ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. എഴുതിയാട്ട് ഇത്രയും എന്താണ് സി പാർട്ടിനുള്ള ഓൾട്ടർനേറ്റ് മെത്തേഡ്? മറ്റൊരു മാർഗം മിണ്ടുന്നില്ല. സി പാർട്ടിനുള്ള മറ്റൊരു മാർഗം എന്താണ്? ആർക്കെങ്കിലും പറയാമോ? ഇല്ല. അരിത്തമെറ്റിക് സീക്വൻസിന്റെ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സമ്മ കണ്ടുപിടിക്കാൻ നമ്മൾ 2 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? Sn is equal to n/2 ഇൻറ്റു ആദ്യം പഠിച്ചത് x1 പ്ലസ് xn. അത് ഉപയോഗിക്കണമെങ്കിൽ നമ്പർ ഓഫ് ടേംസ് അറിയണം. അതുണ്ടോ ചോദ്യത്തിൽ? ഇല്ലെന്നോ? 24 പേരുടെ സമ്മ എന്ന് പറഞ്ഞാൽ 24 അല്ലേ നമ്പർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മളിത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. 24ാമത്തെ ടേം ഉണ്ടോ? നിങ്ങൾ എന്തോടെ മോർച്ചറി ഇരിക്കുന്നേ? 24ാമത്തെ ടേം ഉണ്ടോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനി ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കണം, 24ാമത്തെ ടേമും കണ്ടുപിടിക്കണം. സമ്മ കണ്ടുപിടിക്കാൻ വേറെ എന്തോ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ.
n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അതാണെങ്കിൽ ആരെ വേണ്ട? ലാസ്റ്റ് ടേം വേണ്ട. എന്തുകൂടെ മതി? ഫസ്റ്റ് ടേം കൂടെ മതി. അപ്പോൾ ഈ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അത് ഇതിനിടയ്ക്ക് ഒരു അഞ്ചാമത്തെ ടേം കണ്ടുപിടിച്ചില്ലേ? എത്രയായിരുന്നു? അഞ്ചാമത്തെ ടൈം കണ്ടുപിടിച്ചില്ലായിരുന്നു? അഞ്ചാമത്തെ ടൈം കണ്ടുപിടിച്ചില്ലോ? എത്ര അഞ്ചാമത്തെ ടൈം? 10. അപ്പൊ അവിടുന്ന് പുറകോട്ട് വന്നാൽ x1 ആണ്. അപ്പൊ അഞ്ചാമത്തെ ടേമിൽ നിന്ന് 4 തവണ കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. ഈ 4 എങ്ങനെ കിട്ടി? വേണ്ട, ഈ 5ൽ നിന്ന് ഈ 1 കുറച്ചാൽ മതി. അഞ്ചാമത്തെ ടൈം എത്രയായിരുന്നു? 19. 19 മൈനസ് 4 ഇൻറ്റു ഈക്വൽ 19 മൈനസ്, ഇവിടെ നമ്മൾ ചെറുതായിട്ട് കുടുങ്ങി. ഈ 4 തിരിച്ച് താഴെ ആയിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, 4 മുകളിലായി പോയി. അപ്പൊ ഇനി എന്തി? ഈ 4 എന്ന് വെച്ച അർത്ഥം 4/1 എന്ന. 4 ഇൻറ്റു 4 16 ബൈ 1 ഇൻറ്റു 3. ഇതെങ്ങനെ ഉറയ്ക്കും? 19 എന്ന് പറഞ്ഞാൽ 19/1 മൈനസ് 16 ഈ രണ്ട് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്? രണ്ട് ഫ്രാക്ഷൻ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്? ഡിനോമിനേറ്റർ ഡിഫറന്റും ആണ്. അപ്പൊ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 19 ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ. 9/3 27 7 ശിഷ്ടം 2 1 3 3 2 5 57 ആണോ? മൈനസ് 1 ഇൻറ്റു 16 ബൈ 1 ഇൻറ്റു 3 3. 57 നിന്ന് 16 കുറയ്ക്കൂ. 6 1 7 1 4 5 41/3. ഇത് വെട്ടി എഴുതാൻ പറ്റുമോ? 41/3 വെട്ടി എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ 41/3 ആണ് ആരെന്ന് പറയുന്നത്? ഫസ്റ്റ് ടൈം. ആരാണ്? ഫസ്റ്റ് ടൈം. അപ്പോൾ അങ്ങനാണെങ്കിൽ നമുക്ക് സമ്മിലേക്ക് പോകാമല്ലോ. എന്തുവായിരുന്നു സമ്മിന്റെ ഇക്വേഷൻ? Sn is equal to Sn is equal to n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അപ്പൊ S24 അല്ലേ കണ്ടുപിടിക്കണ്ടേ? 24/2 ഇൻറ്റു 2 ഇൻറ്റു എയുടെ വില 41/3 പ്ലസ് n-1 24 മൈനസ് 1 ഇൻറ്റു ഡിയുടെ വില 4/24/2 എത്ര? 12. ഇത് വെട്ടി എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 ഗുണം 41 82/3 പ്ലസ് ഇത് കുറച്ച് പറഞ്ഞ് 23 ഇൻറ്റു 4/3. ഇവിടെ വല്ലൊരു കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 12 ഇൻറ്റു 82/3 ഇവിടെയും ഗുണിച്ചെഴുതുന്നു. 23 ഇൻറ്റു 4 3 4 12 ശിഷ്ട 1 24 8 1 9 92/3. അപ്പൊ 12 ഇൻറ്റു ഇത് ആഡ് ചെയ്യാൻ എളുപ്പമാണ്. ഡിനോമിനേറ്റർ സെയിം ആ. അപ്പൊ ന്യൂമറേറ്റർ ആഡ് ചെയ്യുന്നു പറഞ്ഞാട്ടെ. 82 92 കൂടെ കൂട്ടണം. 2 2 4 9 വെട്ടും 17 ഡിവൈഡഡ് ബൈ 3. വേണ്ട ഈ 12 ഈ 3 കൂടെ വെട്ടിയാൽ 4 കിട്ടും. 4 ഇൻറ്റു 174 4 ഇൻറ്റു 174 4 ഇൻറ്റു 174 690. നീ എന്റെ ഒരു അഭിപ്രായം ഇത്രയൊക്കെ ചെയ്തെടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നമ്മൾ ചെയ്ത പെയറിന്റെ പരിപാടി. അതാകുമ്പോ ഇത്രയും ഫ്രാക്ഷന്റെ ഒന്നും സിംപ്ലിഫിക്കേഷൻ അവിടെ വരുന്നതേ ഇല്ല. അപ്പൊ സമ്മ കണ്ടുപിടിക്കാനുള്ള ചോദ്യത്തിൽ അങ്ങനെ പെയർ ആക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും താരതമ്യേന എളുപ്പം. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവര് ഈ മെത്തേഡ് ചെയ്തോളാം. അപ്പൊ ഇതാരെങ്കിലും എഴുതിയെടുക്കുന്നു? ഈ മെത്തേഡ് ആരെങ്കിലും എഴുതിയെടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റേ. ഈ മെത്തേഡ് എഴുതിയെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേൽക്കാം. സമയം കളയരുത്. ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കാം.
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എവിടെ വരെയായിരുന്നു ചോദ്യം വായിച്ചോ? സരയു വരെയായിരുന്നു ചോദ്യം വായിച്ചെത്തി. ആ ശരി, ദിയ വിനോദ് എഴുന്നേറ്റ് ചോദ്യം വായിക്കൂ. അപ്പൊ ദിയ ചോദ്യം വായിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഫിഗർ ഉണ്ട്, ആ ഫിഗർ ഞാനൊന്ന് ബോർഡിൽ വരച്ചിടാം. എല്ലാരും ബുക്ക് അടച്ചു വെച്ചേ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 11. ഈ 11ാമത്തെ ചോദ്യം ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്? കോഓർഡിനേറ്റ്സ്. ABCD. എയുടെ കോർഡിനേറ്റ് 21, സിയുടെ കോർഡിനേറ്റ് 64. ചോദ്യം വായിച്ചാട്ടെ. അർത്ഥം പറയൂ. സൈഡുകൾ. ഈ ബോർഡിൽ വരച്ചിട്ടിരിക്കുന്ന ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കിളിന്റെ ABCD എന്നീ രണ്ട് സൈഡുകൾ, രണ്ട് വശങ്ങൾ ആർക്ക് പാരലലാണ്? ആർക്ക് സമാന്തരമാണ്? എക്സ് ആക്സിസിന്. ആർക്കാണ്? ഇനി ADBC എന്നീ രണ്ട് സൈഡുകൾ, രണ്ട് വശങ്ങൾ ആർക്ക് പാരലലാണ്? Y ആക്സിസിന്, Y അക്ഷത്തിന് സമാന്തരമാണ്. കുട്ടിക്ക് ബാക്കി തുടരാം. എന്തോ കുട്ടിയുടെ അർത്ഥം? രണ്ട് വെർട്ടീസസിന്റെ കോഓർഡിനേറ്റ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ആരുടെയൊക്കെയാണ്? എയുടെ കോർഡിനേറ്റ് 21 ആണെന്നും സിയുടെ കോർഡിനേറ്റ് 64 ആണെന്നും എവിടെ തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കി രണ്ട് വെർട്ടീസസ് ആയ ബിയുടെയും ഡിയുടെയും കോഓർഡിനേറ്റ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എന്നിട്ട് എന്നുവെച്ചാൽ ഈ റെക്റ്റാങ്കിളിന്റെ ഡയഗണലിന്റെ കോഓർഡിനേറ്റുകൾ അല്ല, ഡയഗണലിന്റെ ലെങ്ത് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇരിക്കും. അപ്പൊ ഇവിടുത്തെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ പടം അങ്ങോട്ട് വരയ്ക്കുന്നു, തന്നിരിക്കുന്ന രണ്ടുപേരെ എഴുതുന്നു, ഇനി കണ്ടുപിടിക്കാനുള്ള രണ്ടുപേരെ നമ്മൾ അങ്ങോട്ട് എഴുതി വെക്കുന്നു. അത്രയും മാത്രമേ ഉള്ളൂ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. ഇതേപോലത്തെ 3 കണക്ക് നമ്മൾ ക്ലാസ് റൂമിൽ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടോ? എന്തുവായിരുന്നു ഐഡിയ പറഞ്ഞാട്ടെ? AB എന്ന് പറയുന്ന സൈഡ് എക്സ് ആക്സിസിന് പാരലലാണ്. എക്സ് ആക്സിസിന്, അങ്ങനെ എക്സിന് പാരലൽ ആണെങ്കിൽ ആരൊരുപോലെ വരണം? Y ഒരുപോലെ വരണം. എയുടെ Y 1 എങ്കിൽ ബിയുടെ Y. അടുത്തത് BC എന്ന് പറയുന്ന സൈഡ് ആർക്ക് പാരലൽ? Y ആക്സിസിന് പാരലൽ. അങ്ങനെ ആണെങ്കിൽ ആരൊരുപോലെ വരണം? എക്സ് ഒരുപോലെ വരണം. സിയുടെ എക്സ് 6 എങ്കിൽ ബിയുടെ എക്സ് 6. അപ്പൊ ആരുടെ കോർഡിനേറ്റ് കിട്ടി? ബിയുടെ കോർഡിനേറ്റ് 61 എന്ന് കിട്ടി. ബിയുടെ കോർഡിനേറ്റ് 61. ബുദ്ധിമുട്ടെന്നെങ്കിലും ഇതേ ഐഡിയ ഒരിക്കൽ കൂടി പ്രയോഗിച്ചാൽ ആരുടെ കോർഡിനേറ്റ് കിട്ടും? ഡിയുടെ. പറഞ്ഞാട്ടെ. CD എന്ന് പറയുന്ന സൈഡ് ആർക്ക് പാരലൽ? എക്സ് ആക്സിസിന് പാരലൽ. ആർക്ക് പാരലൽ? എങ്കിൽ ആരൊരുപോലെ വരണം? ആരൊരുപോലെ വരണം? Y കോർഡിനേറ്റ്. സിയുടെ Y എത്ര? 4 എങ്കിൽ ഡിയുടെ Y 4. അടുത്തത് AD എന്ന് പറയുന്ന സൈഡ് ആർക്ക് പാരലൽ? ആർക്ക് സമാന്തരം? Y ആക്സിസിന്. എങ്കിൽ ആരൊരുപോലെ വരണം? എക്സ് ഒരുപോലെ വരണം. എയുടെ എക്സ് 2 എങ്കിൽ ഡിയുടെ എക്സ് 2. അപ്പോ ബാക്കി കണ്ടുപിടിക്കാനുള്ള രണ്ടുപേരുടെയും കിട്ടിയായിരുന്നല്ലോ. ഇത് ശരിയാണോ നോക്കിക്കുക നിങ്ങളുടെ ബുക്കിനകത്ത്. ഈ കണ്ടുപിടിച്ചേക്കുന്ന ഉത്തരം ശരിയാണോ എന്ന് എല്ലാവരും നോക്കാം. ഈ കണ്ടുപിടിച്ചേക്കുന്ന ഉത്തരം ശരിയാണോ നോക്കാം. ശരിയാണെങ്കിൽ ആ രണ്ട് വെർട്ടീസസിന്റെ അവിടെ റെഡും കൊണ്ട് ടിക്ക് ഇടുക. അത്ര മാത്രം ചെയ്താൽ മതി. അത്ര ഓക്കെ ആണല്ലോ. ഇനി എന്തുവായിരുന്നു ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഇതിന്റെ ഡയഗണലിന്റെ വികർണത്തിന്റെ നീളം കണ്ടുപിടിക്കണം. എല്ലാ ഐറ്റം ധാത്തു ഒക്കെ ബോർഡിലേക്ക് നോക്കാം.
നിലവിലുള്ള പടത്തിൽ അങ്ങനെ ഡയഗണൽ എന്ന് വിളിക്കാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. ഏതൊക്കെ? ഒന്നുകിൽ AC അല്ലെങ്കിൽ PD, ഏതായാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ തൽക്കാലം AC എന്ന് പറയുന്ന ഡയഗണൽ വരച്ചെന്ന് വിചാരിക്കും. ഈ ഡയഗണലിന്റെ ലെങ്ത്, ഈ വികരണത്തിന്റെ നീളം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇവർ രണ്ടുപേർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി, ഇല്ലേ നിങ്ങളെ? അപ്പോ എയുടെ കോർഡിനേറ്റ് 2 1 സിയുടെ കോർഡിനേറ്റ് 6 4 നിങ്ങളെ ഒന്ന് എഴുന്നേറ്റേ. എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ഈക്വൽ അകലം സമം റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ റൂട്ട് ഓഫ് 2 മൈനസ് 6 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ റൂട്ട് ഓഫ് 2ൽ നിന്ന് 6 കുറച്ചാൽ മൈനസ് 4ന്റെ സ്ക്വയർ പ്ലസ് 1ൽ നിന്ന് 4 കുറച്ചാൽ മൈനസ് 3ന്റെ സ്ക്വയർ ഈക്വൽ റൂട്ട് ഓഫ് മൈനസ് 4ന്റെ സ്ക്വയർ പ്ലസ് മൈനസ് 3ന്റെ സ്ക്വയർ 9. 16 അധികം 9 റൂട്ട് ഓഫ് 25. റൂട്ട് 25 എത്രയാണ്? ഇതേ അകലം, ഇതേ ഡിസ്റ്റൻസ് തന്നെ കിട്ടും ആര് കണ്ടുപിടിച്ചാലും, BD എന്ന് പറയുന്ന ഡയഗണല് കണ്ടുപിടിച്ചാലും. അപ്പൊ ബി പാർട്ടിന്റെ ആൻസർ ഇവിടെ കിട്ടിയല്ലോ. ബുക്ക് ഓർ നോക്കിക്കുക ആൻസർ ശരിയാണോന്ന്. ഇരിക്കാം. അഭിനവ് വായിച്ചാട്ടെ. എത്ര ക്വസ്റ്റ്യനാ? 13. വായിച്ചാട്ടെ. അർത്ഥം പറയൂ. സെന്റർ ഒറിജിൻ അല്ലെങ്കിൽ ഒറിജിനെ സെന്റർ ആക്കിക്കൊണ്ടും റേഡിയസ് 5 സെന്റിമീറ്റർ ഉള്ള പല ആളുകളും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നില്ല. ഉടനെ തന്നെ പ്രോത്സാഹന സമ്മാനമൊക്കെ തരും ഞാൻ. നോക്കാം എന്താ പറഞ്ഞേക്കുന്നേ. ഒരു സർക്കിൾ വരച്ചേക്കും. ഈ സർക്കിളിന്റെ സെന്റർ എവിടെയാണ്? ഉണ്ടെന്നില്ല. എക്സ്, എക്സ് ഡാഷ്, വൈ, വൈ ഡാഷ്, ഒറിജിൻ. ഈ സർക്കിളിന്റെ സെന്റർ എവിടെയാണ്? ഈ സർക്കിളിന്റെ സെന്റർ എവിടെയാണ്? ഒറിജിൻ. എന്ത് പറയുന്നത് ഒറിജിൻ എന്ന് പറഞ്ഞാൽ? 0 0 എന്ന് വെച്ചാൽ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 5. എത്രയാണ്? 5. എന്താണ് അഭിനവ അടുത്ത ചോദ്യം? എന്തോ അതിന്റെ അർത്ഥം? ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് കണ്ടുപിടിക്കാനല്ല. എനിക്കോ നിങ്ങൾ ഈ പടത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ സർക്കിൾ എക്സ് ആക്സിസിനെ 2 പോയിന്റുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്യുന്നു. ഒന്ന് വേണ്ട ഈ പോയിന്റിലും ഒന്ന് വേണ്ട ഈ പോയിന്റിലും. ഈ 2 പോയിന്റുകളുടെ എന്തെഴുതണം? അനക്കമില്ല. കോഓർഡിനേറ്റ് എഴുതണം. അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാട്ടെ. മിടുക്കേ. ഇവിടുത്തെ കോർഡിനേറ്റ് 5 0. ആദ്യം 5 എവിടുന്ന് വന്നു? ഒറിജിൻ മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 5 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 5 എന്ന് എഴുതിയിരിക്കുന്നത്. അല്ല ഇവിടെ എങ്ങനെ 0 വന്നു? എക്സ് ആക്സിസിലെ പോയിന്റ് ആകുമ്പോ അതിന്റെ y കോർഡിനേറ്റ് എന്ത് വരും? അങ്ങനെയാണെങ്കിൽ വേണ്ടി ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ത് വരും? -5 0. അത്രയും കാര്യം പിടികിട്ടിയല്ലോ എല്ലാവർക്കും. ശരി. എന്താണ് സാർ അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ? എന്താണ് ചോദ്യത്തിനർത്ഥം? ബി പാർട്ടിന്റെ 3 2 എന്ന് പറയുന്ന പോയിന്റ് ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം.
നമ്മളത് കോർഡിനേറ്റ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെ അത് കണ്ടുപിടിക്കും? ഈ പോയിന്റും സർക്കിളിന്റെ സെന്ററായ ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ആരൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്? സർക്കിളിന്റെ സെന്ററായ ഒറിജിനായ 0 0യും 3 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന രണ്ട് പോയിന്റുകളിൽ ഒരാൾ ഒറിജിൻ ആണെങ്കിൽ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ XY എന്ന് വിചാരിക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് വിചാരിക്കാം XY. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ റൂട്ട് ഓഫ് x² പ്ലസ് ഈക്വൽ റൂട്ട് ഓഫ് 3² പ്ലസ് 2² ഈക്വൽ റൂട്ട് ഓഫ് 9 പ്ലസ് ഈക്വൽ റൂട്ട് ഓഫ് 13. ബാക്കി ഈ പോയിന്റ് സർക്കിളിലുള്ള പോയിന്റ് ആണോ എന്നാണ് ചോദ്യം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? ഇല്ല, സർക്കിളിലെ പോയിന്റ് അല്ല. അങ്ങനെ പറയാനുള്ള കാരണം റൂട്ടിനകത്ത് 25 വന്നാലേ നമുക്ക് ഉത്തരം എത്ര എന്ന് എഴുതാൻ പറ്റൂ. അല്ലെ 5-നെയൊക്കെ എന്തിനാ വിളിച്ചോണ്ട് വന്നേ? സർക്കിളിന്റെ റേഡിയസ് ആണ് 5. അപ്പൊ റൂട്ടിനകത്ത് എത്ര വരണം? 25 വരണം. ഇപ്പൊ എത്ര വന്നേക്കുന്നേ? 13. അത് ആരേക്കാൾ ചെറുതാണ്? 25-നേക്കാൾ ചെറുതാണ്. എങ്കിൽ അതിന്റെ റൂട്ട് എടുത്താൽ കിട്ടുന്ന ഉത്തരം ആരേക്കാൾ ചെറുതായിരിക്കും? അപ്പൊ ഇതിന്റെ വില എത്രനേക്കാൾ ചെറുതാണ്? 5-നേക്കാൾ. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ ഒന്നുകിൽ എഴുതി വെക്കണം 3 2 ഈസ്, ചോദ്യം അനുസരിച്ച് ഉത്തരം എഴുതണം. 3 2 ഈസ് നോട്ട് എ പോയിന്റ് ഓൺ ദി സർക്കിൾ. കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ 3 2 ഈസ് എ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ. അവിടെയുള്ള പോയിന്റ് ആണ്. അപ്പൊ ബി പാർട്ട് ക്ലിയർ ആയല്ലോ. ശരി. സാർ എന്തുവായിരുന്നു എന്റെ സി പാർട്ട് ഒന്ന് വായിച്ചാൽ? ഇപ്പൊ കിട്ടി. അപ്പൊ അതായത് റൈറ്റ് ദ കോഓർഡിനേറ്റ്സ് ഓഫ് അനദർ പോയിന്റ് ഓൺ ദ സർക്കിൾ. ഈ സർക്കിളിലുള്ള മറ്റൊരു പോയിന്റിന്റെ കോർഡിനേറ്റ്. നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള വായിച്ചേ. വിച്ച് ഈസ് നോട്ട് ഓൺ ദി ആക്സസ്. പക്ഷെ ആ പോയിന്റ് എവിടെ ഉള്ള പോയിന്റ് ആയിരിക്കരുത്. അങ്ങനെ അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഉത്തരം എഴുതിയേനെ. എങ്ങനെ? ഇതേ സർക്കിള് Y ആക്സിസിനെ 2 പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്യുന്നുണ്ട്. പദം കെട്ടിയാ പോരെ. ഏത്? ഈ പോയിന്റ് 0 5, ഈ പോയിന്റ് 0. പക്ഷെ ഇത് എഴുതാൻ പറ്റത്തില്ല. എന്താ കാര്യം? അതെവിടെ ഉള്ള പോയിന്റാ? ആക്സിസിലുള്ള പോയിന്റാ. അപ്പൊ എഴുതുമ്പോ എവിടെ ഉള്ള പോയിന്റ് എഴുതണം? ആക്സിസിൽ അല്ലാത്ത പോയിന്റ് വേണം എന്ത് ചെയ്യാനായിട്ട്? എഴുതാനായിട്ട്. നിങ്ങൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു പോയിന്റ് എഴുതിയത്? നമ്മുടെ ക്ലാസ്സിൽ കണക്ക് ചെയ്തപ്പോൾ നമ്മൾ കോപ്പി അടിച്ച് എഴുതിയത്. എന്നുവെച്ചാൽ അപ്പുറത്തിരുന്ന് നോക്കി എഴുതിയതല്ല. അതിന്റെ ഒരു പാർട്ടിനകത്തിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു. ഒരു 3 പോയിന്റ് തന്നിട്ട് ഈ പോയിന്റുകളുടെ പൊസിഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ഒരു പോയിന്റ് അഭിരാമി സർക്കിളിൽ ഉള്ളതാണെന്ന് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ സൈൻ മാറ്റിയൊക്കെ ഇട്ടിട്ടാണ് സരയോ ബാക്കിയുള്ളവരെയൊക്കെ കണ്ടുപിടിച്ചത്. പക്ഷെ ഇവിടെ ഇപ്പൊ അങ്ങനെയുള്ള പോയിന്റ് അല്ല തന്നേക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് ഇപ്പൊ എവിടെ ഉള്ള? സർക്കിളിന് അകത്തുള്ള പോയിന്റ് ആണ് കിട്ടിയത്. എന്നിട്ട് നമ്മളോട് എവിടുത്തെ പോയിന്റ് എഴുതാനാ പറഞ്ഞേക്കുന്നേ? സർക്കിളിലുള്ള പോയിന്റ് എഴുതാൻ. എവിടെയുള്ള പോയിന്റ് ആണ്? സർക്കിളിൽ വരുന്ന ഒരു പോയിന്റ് എഴുതാനാണ് ചോദ്യം. എങ്ങനെ എഴുതും? ഇവിടുന്ന് തിരിച്ച് പുറകോട്ട് പോകണം. റൂട്ടിനകത്ത് എത്ര വരണം? 25 വന്നാൽ പോയിന്റ് എവിടെ വരും? അതുകൊള്ളു സർക്കിളിൽ വരും അല്ലേ? 25 കിട്ടാൻ ഒരു 2 നമ്പർ പറഞ്ഞേ. കൂട്ടുമ്പോൾ 25 കിട്ടണം. 20 അങ്ങനെ എഴുതി വെക്കരുത്. അവർക്ക് 2 പേർക്കും
മറ്റ് രണ്ട് നമ്പറിന്റെ സ്ക്വയർ എടുക്കുമ്പോഴായിരിക്കണം അവരെ കിട്ടേണ്ടത്. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ രണ്ടുപേരെ എഴുതും. അവര് രണ്ടുപേര് മറ്റ് രണ്ടുപേരുടെ സ്ക്വയർ ആയിരിക്കണം. 16ഉം 9 ആണോ? 16 9 കൂട്ടി 25 കിട്ടത്തില്ല. ഈ 16ഉം 9ഉം എന്ന് പറയുന്ന ആരുടെയൊക്കെ സ്ക്വയറാ? 4ന്റെ സ്ക്വയറും. ഇനി ഇവിടെ തിരിച്ച് ഐഡിയ പറഞ്ഞു. ഇനി ഇവിടുന്ന് തിരിച്ചിങ്ങോട്ട് ഐഡിയ പറയടേ. ആ പോയിന്റ് ഏതാ? 4ഉം 3ഉം ഏതാണ്? അപ്പൊ ആ സർക്കിളിൽ വരുന്ന പോയിന്റ് ഏതാണ്? 4ഉം 3ഉം. എങ്ങനെ മനസ്സിലായി 4ഉം 3ഉം സർക്കിളെ വരുമെന്ന്? റൂട്ട് ഓഫ് 4ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ ഈക്വൽ 16 പ്ലസ് 9 ഈക്വൽ റൂട്ട് ഓഫ് 25. റൂട്ട് 25 എത്രയാണ്? 5. അപ്പൊ സർക്കിളിലുള്ള ഒരു പോയിന്റ് കിട്ടിയില്ലേ? ഒരു പോയിന്റ് അല്ല, ഇത് വെച്ച് നമുക്ക് ചറാ വറാന്ന് പറഞ്ഞ പോയിന്റ് എഴുതാം. എങ്ങനെ? ഇതിന്റെ കോഓർഡിനേറ്റ് മാറ്റി മാറ്റി എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വീണ്ടും പോയിന്റ് എഴുതാം. എങ്ങനെയൊക്കെ പറഞ്ഞാട്ടെ. ഇത് ഏത് ക്വാഡ്രന്റിൽ കിടക്കുന്ന പോയിന്റാ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്ന പോയിന്റ്. ഇതേപോലെ ഒരു പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലുണ്ട്. ഏതാ? -4 3. തേർഡ് ഉള്ളത്? ഫോർത്തിലുള്ളത്? നീ ഇവരെ തിരിച്ചിട്ടാൽ വീണ്ടും 4 പോയിന്റ് കൂടെ കിട്ടും. എങ്ങനെ? 3 4 -3 4 -3 -4 3. ഇത്രയും പോയിന്റുകൾ നമുക്ക് എവിടുന്ന് എഴുതാം? സർക്കിളിലുള്ളത് എഴുതാം. അൺഫോർച്ചുനേറ്റ്ലി ഒരു പോയിന്റ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് വിഷമകരമായ കാര്യം. ഇത്രയും പോയിന്റ് ഉള്ളപ്പം നമുക്ക് പരീക്ഷയ്ക്ക് ആലോചിച്ചപ്പം ഒരു പോയിന്റ് പോലും എന്ത് ചെയ്തില്ല. അപ്പൊ നമ്മൾ ചില കണക്കിനൊക്കെ തിരിച്ച് റിവേഴ്സിൽ ആലോചിക്കാൻ പഠിക്കണം. എങ്കിലേ എന്ത് കിട്ടത്തുള്ളൂ? ഉത്തരം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ ആലോചിച്ചത്? സർക്കിളിലെ പോയിന്റ് ആകണമെങ്കിൽ ഡിസ്റ്റൻസ് എത്ര വരണം എന്ന് പറയുമ്പോൾ റൂട്ടിനകത്ത് എത്ര വരണം? അത് രണ്ടുപേരുടെ സം ആക്കണം. ആരുടെയൊക്കെ? 24 1 എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവർ രണ്ടുപേരും ആരുടെയെങ്കിലും ഒക്കെ സ്ക്വയർ ആയിരിക്കണം. അപ്പൊ നമ്മൾ 16 9 എഴുതി. 16 ആരുടെ സ്ക്വയർ ആണ്? 4ന്റെ. 9 ആരുടെ സ്ക്വയറാ? അപ്പൊ 4ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ. ഇനി ഇവിടുന്ന് അർത്ഥം പറയൂ. ചോദ്യം 4 3 എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിൽ ഉണ്ടായിരുന്നോ എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ഇതനുസരിച്ചല്ലേ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം 5 എന്ന് കിട്ടുമ്പോൾ നിങ്ങൾ എന്താ പറയും? സർക്കിള് ഈ 4 3 എവിടുത്തെ പോയിന്റ് ആണ്? സർക്കിളിലെ പോയിന്റ് ആണെന്ന് പറയും. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം തിരിച്ച് റിവേഴ്സിൽ പറഞ്ഞാലേ എന്ത് കിട്ടൂ? ഉത്തരം കിട്ടും. അപ്പൊ ഞാൻ പറയുന്ന പോലെ എഴുതണം. റൂട്ട് 25 ഈക്വൽ 5. റൂട്ട് 25 ഈക്വൽ 5. റൂട്ട് 25 ഈക്വൽ 5. ഞാൻ പറയുന്ന പോലെ എഴുതാവൂ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ മിണ്ടുന്നില്ല. റൂട്ട് ഓഫ് 16 പ്ലസ് 9 ഈക്വൽ റൂട്ട് ഓഫ് 4ന്റെ സ്ക്വയർ പ്ലസ് ഇവിടുന്ന് തിരിച്ച് പുറകോട്ട് പറയുക 4ന്റെ സ്ക്വയർ പ്ലസ് which implies 4 3 is a point on the 4 3 is a point on the 4 3 is a point on the എന്നിട്ട് ബാക്കിയുള്ളവരെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് എഴുതിയിട്ടേക്കാം സംഘം. ആ ബാക്കി എഴുതിയിട്ടേക്കുന്ന പോയിന്റുകളുണ്ടല്ലോ അവരെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് എഴുതിയിട്ടോളാം.
അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകും. എന്തൊരു അടുത്ത ചോദ്യം? ആരായിരുന്നു ചോദ്യം വായിക്കണാരായിരുന്നു? ഹാഫിസാണോ? ആ, ഹാഫിസർ ഒന്ന് വായിച്ചാട്ടെ. ആ ആ ആ ഒറിജിൻ സെന്ററായ ഒരു സർക്കിളിലെ 2 പോയിന്റുകളാണ് ആരൊക്കെ? എയും ബിയും. ഒന്നുകൂടെ, ഒറിജിൻ സെന്ററായ ഒരു സർക്കിളിലെ 2 പോയിന്റുകളാണ് ആരൊക്കെ? എയും ബിയും. ആ, സാറിന് ബാക്കി തുടരാം. ഇതിൽ ഈ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഏതാ പോയിന്റ്? സി ആന്ന് എനിക്ക് മനസ്സിലായ പോയിന്റ് പ്രത്യേകത ചോദിച്ചത്. ആ പോയിന്റ് നമ്മുടെ സർക്കിള് ആരെ കട്ട് ചെയ്യുന്ന പോയിന്റ്? എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സി. ആ സിയുടെ കോർഡിനേറ്റ് എത്ര? അങ്ങനാണെങ്കിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ദാണ്ട് അതിൽ നിന്ന് പറയാം. ആ, ഈ ഓ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ് ആരാ? ഓ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ് ആരാ? റേഡിയസ് ആണ്. ആരാണ്? അപ്പോൾ ആ റേഡിയസ് എത്ര ആയിരിക്കും? അത് 4 ആണെങ്കിൽ ഓ എ എത്ര? 4. ഒ ബി എത്ര? ഉണ്ടോ? ഒറ്റയടിക്ക് 3 പേരുടെ വില കിട്ടിയല്ലോ. ഓക്കെ, ആ ഇനി ബാക്കി വായിച്ചാട്ട്. എന്താണ് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ആംഗിൾ എ ഒ സി ഈക്വൽ 60 ഡിഗ്രി. എ ഒ സി എന്ന് പറയുന്നത് ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. ഓക്കെ, ആ എന്നിട്ട് എയുടെയും ബിയുടെയും കോഓർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ ബി എന്ന് പറയുന്ന ലൈനിന്റെ എന്തും കണ്ടുപിടിക്കണം? ലെങ്തും കണ്ടുപിടിക്കണം. ഇരിക്കും. അപ്പൊ ഇതിന് കോഓർഡിനേറ്റിന്റെ ഐഡിയ മാത്രം പോരാ, ട്രിഗണോമെട്രിയുടെ ഐഡിയയും കൂടെ വേണം. എന്തിന്റെ ഐഡിയ കൂടെ വേണം? നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. നിങ്ങൾ നോക്കിക്കേ. ആദ്യം എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എന്ത് വരയ്ക്കുന്നു? ആ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിനെ വന്ന് കൂട്ടിമുട്ടുന്ന പോയിന്റിന് നമ്മൾ എന്ത് പേര് കൊടുത്തു? എം. എന്ത് പേര് കൊടുത്തു? എം. ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതേണ്ട ഈ പടത്തിനകത്തിൽ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. എന്താണ് അതിന്റെ പേര്? ഓ എം എ. ഓ എം അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയൂ. എമ്മിൽ എത്ര ഡിഗ്രി? 90. ഓയില് 60. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എയിൽ എത്ര ഡിഗ്രി? 30 ഡിഗ്രി. ഇത് കൂടാതെ എന്തെങ്കിലും മെഷർമെന്റുകൾ? ഓ എ 4 ആണെന്നറിയാം. ഓക്കെ, ട്രിഗണോമെട്രിയുടെ എന്ത് ഐഡിയ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ ആംഗിളുകൾ 30, 60, 90 എന്നിങ്ങനെ ആയാൽ ഇതിന്റെ സൈഡുകൾ, വശങ്ങൾ 1:√3 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും. വെറുതെ 1:√3 എന്ന് പറയുമല്ല നമ്മൾ പഠിച്ചത്. പകരം 30ന്റെ ഓപ്പോസിറ്റ് 1 വരണം. നമ്മുടെ പടത്തിൽ 30 ഇവിടെ കിടക്കുന്നു എയിൽ. അതിന്റെ ഓപ്പോസിറ്റ് ആരാണ്? ഒ എ. ഒ എം. ആ ഒ എം എത്രന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടോ? ഇല്ല. 60ന്റെ ഓപ്പോസിറ്റ് √3 വരണം. നമ്മുടെ പടത്തിൽ 60 എവിടാ? ഓയിൽ. അതിന്റെ ഓപ്പോസിറ്റ് എ എം. അപ്പൊ എ എമ്മിന്റെ വില അറിയാമോ? ഇല്ല. 90ന്റെ ഓപ്പോസിറ്റ് എത്ര വരണം? നമ്മുടെ പടത്തിൽ 90 എവിടാ? എമ്മില്. അതിന്റെ ഓപ്പോസിറ്റ് ഒ എ. ആ ഒ എ എത്രയാണ്? 4. ആരുടെ സ്ഥാനത്താണ് 4 വന്നിരിക്കുന്നത്? 2ന്റെ സ്ഥാനത്ത് 4 വന്നിരിക്കുന്നു. അപ്പൊ 2 4 ആകണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? അങ്ങനെയാണെങ്കിൽ അതേ 2 കൊണ്ട് ആരെയൊക്കെ ഗുണിക്കണം? 1നെയും ഗുണിക്കണം, √3യെയും ഗുണിക്കണം. 1 × 2 2, √3 × 2 2√3. ഇത്രയും ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ കോർഡിനേറ്റ് എഴുതാം? ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ കോർഡിനേറ്റ് എഴുതാം? ആരുടെ കോർഡിനേറ്റ് എഴുതാം? എയുടെ കോർഡിനേറ്റ് എഴുതാം. ആരുടെ കോർഡിനേറ്റ്? കോഓർഡിനേറ്റ് ഓഫ് എ ഈക്വൽ. ആദ്യം നമ്മൾ എക്സ് ദൂരം എഴുതണം, എക്സ് ഡിസ്റ്റൻസ് എഴുതണം.
ഏതാണ് എക്സ് ദൂരം, എക്സ് ഡിസ്റ്റൻസ്? ആ OM. ആരാണ്? പിന്നെ നമ്മൾ y ദൂരം എഴുതണം, y ഡിസ്റ്റൻസ് എഴുതണം. അതേതാ? AM. ഏതാണ്? AM. നിങ്ങൾ കണ്ടുപിടിച്ചതനുസരിച്ച് OM ന്റെ വില എത്ര? OM ന്റെ വില എത്ര? 2. AM ന്റെ വില 2√3. അണ്ടർലൈൻ ചെയ്ത് നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നോക്കണം. ഈ A എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? ബോർഡിലാണ്, പേപ്പറിലാന്ന് പറയരുത്, സർക്കിളിലാണെന്നോ. ആ ക്യൂവിൽ തുടങ്ങുന്ന ഒരു വാക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം. ദിയ വിനോദ് അവിടെ വന്ന് ക്വാഡ്രന്റ് എന്താണ്? അപ്പൊ ഈ A എന്ന് പറയുന്ന പോയിന്റ് ഏത് ക്വാഡ്രന്റിലാ കിടക്കുന്നേ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ. ഏത് ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോയിന്റുകളുടെ പ്രത്യേകത 2 കോർഡിനേറ്റും പോസിറ്റീവ് ആയിരിക്കും. സോ ദി ആൻസർ ഈസ് 2,2√3. ആരുടെ കോർഡിനേറ്റ്? ഇതേ പരിപാടി ദാണ്ടേ ബിയിൽ നിന്ന് എക്സ് ആക്സിസിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അത് കൂട്ടിമുട്ടുന്ന പോയിന്റിന് N എന്ന് പേര് കൊടുക്കാം. അവിടെ ഇതുപോലൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. അതിനകത്തിൽ ഇതേ പരിപാടി അപ്ലൈ ചെയ്താൽ ആരുടെ കോർഡിനേറ്റ് കിട്ടും? ബിയുടെ കോർഡിനേറ്റ് കിട്ടും. ഇതാരും എഴുതിയിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ വേഗം എഴുതിക്കോളൂ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നതും AB യുടെ ലെങ്ത് കണ്ടുപിടിക്കുന്നതും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.